ഹജ്ജിന് വലിയ പൈസ മുടക്കിയാണ്ട് പോയിട്ട് ഹജ്ജിന് ചെല്ലുമ്പോ ഹറമിൽ ആരെ തുറന്ന് നിസ്കരിക്കുന്നത്? വഹാബി ഇമാമിനെ. അല്ലേ? മസ്ജിദുൽ ഹറാമിൽ വഹാബി ഇമാമിനെ പോയി തുറന്ന് നിസ്കരിക്കുക. ഹജ്ജിന് പോണം, ഹജ്ജി ആവാൻ വേണ്ടി പോണം. അവൻ മീനയിൽ ചെല്ലുമ്പോ മസ്ജിദുൽ ഹൈഫിൽ ആരാ? വഹാബി ഇമാം. ആ ഇമാം എന്താ പറയുന്നത്? മുഹിയുദ്ദീൻ ഷെയ്ഖ് കാക്കടെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്ന് പുറത്ത് നിന്നാണ് ആ ഇമാമികളൊക്കെ പറയുന്നത്. മനസ്സിലായില്ലേ? ആ ഇമാമിനെ പോയിട്ട് ആ തുടരുന്നത് മസ്ജിദുൽ ഹറമില്, മക്കത്ത്, മീനയിൽ മസ്ജിദുൽ ഹൈഫിലും ആ ഇമാമിനെ തന്നെ. അവിടുന്ന് അങ്ങോട്ട് അറഫയിൽ ചെന്നാലോ അവിടെ മസ്ജിദ് നമീറയില് ഈ വഹാബി ഇമാമനെ മൂപ്പരെ തന്നെ തുടരുന്നത്. അവിടുന്ന് ഇപ്പുറത്ത് വന്ന് മുസ്ദലിഫയിൽ വന്നാലോ മഷറുൽ ഹറാം പള്ളിയിൽ വന്നാലോ അവിടെയും വഹാബി ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുക. അവിടുന്ന് ഇനി അങ്ങോട്ട് മക്കത്ത് പല പള്ളികളുണ്ട്, അവിടെയൊക്കെ വഹാബി ഇമാമിങ്ങളാ. അവിടുന്ന് പോയി മദീനത്തെല്ലുമ്പോ നബിന്റെ പള്ളിയിലോ അവിടെയും വഹാബി ഇമാമന്നെ. മസ്ജിദ് നബിയിലും വഹാബി ഇമാം മൂപ്പരെ തുറന്ന് നിസ്കരിക്കും. ഊഹദിലെ പള്ളിയിൽ അവിടെയും വഹാബി ഇമാം. ഖന്തക്കിലെ പള്ളിയിൽ അവിടെയും വഹാബി ഇമാം. മസ്ജിദുൽ ഖുബായില് അവിടെയും വഹാബി ഇമാം. ഇവിടെ ഒക്കെ വഹാബി ഇമാമിങ്ങളെ തുടർന്ന് നിസ്കരിക്കും. ഹജ്ജ് ചെയ്യുമ്പോ നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂലല്ലോ. ഇമാമ് വഹാബി ആയതുകൊണ്ട് ഹജ്ജാണ് ഞാൻ ഇപ്പൊ ഏതായാലും ഇപ്പൊ നിസ്കരിക്കണല്ലോ, അത് പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ നമസ്കരിച്ച ആ വഹാബി ഇമാമിങ്ങൾ തുടർന്ന് നിസ്കരിച്ച് വന്നോ ഇവിടെ കരിപ്പൂർ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ വഹാബിനോട് സലാം പറയാൻ പാടില്ല എന്ന് പറയുന്ന പണിയുണ്ടല്ലോ, നാളെ മാഷറിയിൽ പാലത്തിങ്ങക്കാട് വരിങ്ങൾ കാണിച്ചു തരാ. അത്രേ ഇപ്പൊ നിങ്ങളോടൊക്കെ പറയാനുള്ളൂ. ഈ ശത്രുത വെച്ച് നടക്കണവരോട്. മനസ്സിലായില്ലേ? അസ്സലാമു അലൈക്കും.